ഹൗസിൽ കൊണ്ടുപോയി പിശാചി കാണിക്കുക ആരോട്? ഈ ദൈവ പൈതലിൻ്റെ അടുത്ത് പല കാര്യങ്ങളും. അവിടെ പോയി നോക്കിയപ്പോണ്ടല്ലോ, ബാൺ ഹൗസിൽ കുറേ കുപ്പികൾ അടുക്കി വെച്ചിട്ടുണ്ട്. ബോട്ടിൽസ്, വൺ ആഫ്റ്റർ അനദർ. എല്ലാ കുപ്പികളിലും സീഡ്സ് ഉണ്ട്. സീഡ് മലയാളത്തിൽ എന്താ പറയുന്നത്? വിത്തുകൾ ഇങ്ങനെ ബോട്ടിലിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ ബോട്ടിലിനും ഒരു ലേബിളും ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ലേബിൾ അടുത്തൊന്ന് നോക്കാൻ വേണ്ടി നമ്മുടെ ദൈവബദലായ മനുഷ്യൻ അടുത്ത് പോയി നോക്കിയപ്പോൾ ഒരു ബോട്ടിലിൽ എഴുതി വെച്ചേക്കുക അസൂയയുടെ വിത്ത്. അടുത്ത ബോട്ടിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട് ഇത് അഹങ്കാരത്തിന്റെ വിത്ത്. അടുത്ത ബോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് കണ്ണിന്റെ ഇച്ഛ, ലസ്റ്റ് ഓഫ് ദാറ്റ് സീഡ്. ഇങ്ങനെ പല ബോട്ടിലുകളിലും ഇങ്ങനത്തെ സീഡ്സ് ഇട്ട് വെച്ചേക്കുക. അപ്പൊ ഈ ദൈവദാസനായ മനുഷ്യൻ ചോദിച്ചു, വാട്ട് ഈസ് ഓൾ ദിസ്? അപ്പൊ പറഞ്ഞു, സി ഐ ഹാവ് വൺ വർക്ക്. എൻ്റെ വേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൽ ചില വിത്തുകൾ എന്തുക വിതയ്ക്കുക. അപ്പൊ നിങ്ങളെ നശിപ്പിക്കണമെങ്കിൽ, ഇപ്പോൾ ഒരാളെ നശിപ്പിക്കണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു വിത്ത് എടുത്തിട്ട് കൊണ്ടുവന്ന് അവൻ്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യുക? ഒന്ന് വിതയ്ക്കുക. അസൂയയുടെ വിത്താണെങ്കിൽ പിന്നെ അവന് അസൂയ വന്ന് തന്നെ അവൻ എന്ത് ചെയ്യും? ജീവിതത്തിൽ അവന് പരാജയം വരും. ഇങ്ങനെ പല കാര്യങ്ങൾ. അപ്പൊ ഈ പുള്ളി ഇങ്ങനെ ചിന്തിച്ച് നോക്കി വരുക. അപ്പൊ നോക്കി വന്നപ്പോ ഒരു വലിയ ബോട്ടിലുണ്ട്. ബാക്കിയുള്ള ബോട്ടിലിനെക്കാട്ടിലൊക്കെ വലിയൊരു ബോട്ടിൽ, അതിനകത്ത് ഒത്തിരി വിതയും ഉണ്ട്, വിത്ത്. അപ്പൊ പുള്ളി ചോദിച്ചു, ഈ ബോട്ടിലിൽ മാത്രം എന്തുകൊണ്ടാണ് ഇത്രയും വെച്ചിട്ടുള്ളത്? ബാക്കിയുള്ള വിത്തുകളെക്കാട്ടിലൊക്കെ ഒത്തിരി സ്റ്റോക്ക് ഉണ്ടല്ലോ. അപ്പൊ ഈ പുള്ളി പോയി അടുത്ത് നോക്കിയപ്പോൾ എന്തോ എഴുതി വെച്ചേക്കുന്നറിയോ? സീഡ്സ് ഓഫ് ഡിസ്കറേജ്മെന്റ്, നിരാശയുടെ വിത്ത്. അപ്പൊ ഇവൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത് മാത്രം ഇത്രയും സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്? പിശാച് പറഞ്ഞെന്ന്, ഇതേത് ഹൃദയത്തിലിട്ടാലും പെട്ടെന്ന് വളരും. ഏത് ഹൃദയത്തിലിട്ടാലും പെട്ടെന്ന് എന്ത് ചെയ്യും? വളരും. എന്നിട്ട് പറഞ്ഞു, അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു, എനിക്ക് ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഈ വിത്തിട്ടാലും വളരാത്ത എന്തെങ്കിലും ഹൃദയം നീ കണ്ടിട്ടുണ്ടോ? ഈ വിത്തിട്ടാലും വളരാത്ത ഏതെങ്കിലും ക്രിസ്ത്യാനിയുടെ ഹൃദയം നീ കണ്ടിട്ടുണ്ടോ? അപ്പൊ പിശാച് പറഞ്ഞു, ഉണ്ട്. അപ്പൊ ഇവൻ ചോദിച്ചു, എന്താ, ഏത് ടൈപ്പിലുള്ള ഹൃദയത്തിലാണ് ഇത് വളരാത്തത്? അപ്പൊ പിശാച് പറഞ്ഞു, നന്ദിയുടെ ഹൃദയത്തിൽ ഇത് വളരില്ല. In a grateful heart, these seeds will not grow. And I tell you, this is very true. If your heart is filled with gratitude for what the Lord has already done in your life, even in the midst of disappointment, you will not allow the devil to discourage you. അതാണ് വാസ്തവം. You know what? അതുകൊണ്ടാണ് പലപ്പോഴും ദൈവം തൻ്റെ ജനത്തോട് എന്താ പറഞ്ഞെന്നറിയോ? തിരിഞ്ഞു നോക്കണമെന്ന് പറയുന്നത്. ഞാൻ നിന്നെ നടത്തിയ വഴികൾ ഒന്ന് എന്ത് ചെയ്യണം? തിരിഞ്ഞു നോക്കണം. Because now why does God remind David the ways he led in the past? David, remember, I have been always good to you. Yes, there is disappointment for you now. എന്നാൽ ഈ ഡിസപ്പോയിൻമെന്റിൽ you shouldn't be carried away. Why? I have been good to you in the past. എൻ്റെ ജീവിതത്തിൽ വലിയൊരു നിരാശയുടെ ഒരു സമയം ഉണ്ടായിരുന്നു. ആ നിരാശയുടെ സമയം, സംതിങ് ടു റിലേറ്റഡ് വിത്ത് മൈ ഹെൽത്ത്. ആ സമയത്ത് എന്തോ പറഞ്ഞു, ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞ ഒരു കൗൺസിലിംഗ്, ഐ വിൽ നെവർ ഫർഗെറ്റ് ദാറ്റ്. വെരി സിമ്പിൾ ബട്ട് ലൈഫ് ട്രാൻസ്ഫോമിങ്. ആ ദൈവദാസൻ പറഞ്ഞു, ബ്രദർ ഒരു കാര്യം ചെയ്യണം. ബ്രദർ ഒരു ഡയറി എടുത്തിട്ട് ബ്രദറിൻ്റെ ജീവിതത്തിൻ്റെ 5 വർഷങ്ങളായിട്ട് അത് ഡിവൈഡ് ചെയ്ത്, ഇതുവരെ ജീവിച്ച ജീവിതത്തിൻ്റെ the whole year, you divide that into 5-year segment and just write 2 things that you are grateful to God from each of that segment. ആ 5 വർഷത്തിൽ ദൈവം നിനക്ക് നൽകിയ 2 നന്മകൾ ഒന്ന് എഴുതാൻ പറ്റുമെന്ന് ചിന്തിച്ചു. എനിക്ക് അന്ന് 40 വയസ്സ് കഴിഞ്ഞു. So how many segments? 8 segments. I tell you, brothers and sisters, I never thought this simple exercise will actually lift me out of my discouragement.
ഞാൻ എഴുതി തുടങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1 or 2 അല്ല, ഓവർ 5 സെഗ്മെന്റിൽ എനിക്ക് പറയാൻ എന്തുകൊണ്ട്, എനിക്ക് തിരിഞ്ഞു നോക്കാൻ എത്രയോ ഉണ്ട്. There's so many good things that the Lord has what? Bestowed upon me. How can I just be worried about one disappointment in life? ജീവിതത്തിൽ ദൈവം സാധിച്ചു തരാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് എനിക്ക് എങ്ങനെയാണ് ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കേണ്ടത്? This is a powerful tool. If any of you are discouraged at any point of time, take a piece of paper and start writing the good things, how the Lord has led you. ഉറപ്പ് ഞാൻ പറയാം, അത് എഴുതി തീരുന്നതിന് മുമ്പേ you'll be lifted out of it. It was Helen Keller who lost her eyesight at a very early childhood stage. She said, I don't have the time to worry about the things that God has denied me. കണ്ണ് കാണാത്ത ഒരു വ്യക്തി പറയുക, I don't have the time to think about what God has denied me, because I have so much to be thankful. രണ്ടാമത്, നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ദാവീദിനോട് ദാവീദിന്റെ പഴയ കാര്യങ്ങൾ ദൈവം ഒന്ന് ഓർപ്പിച്ചു. This is what I have done for you, David. And then you know what God is saying? Look at verse 10 and verse 11. And I will, tense ഇവിടെ മാറുന്നുണ്ട്. I hope you get this grammar here. Okay? What is it? ആദ്യം എന്തോ ആയിരുന്നു ടെൻസ്? പാസ്റ്റ് ടെൻസ് ആയിരുന്നു. ഇപ്പൊ എന്തോ ടെൻസ്? I will. Okay? I will ഇവിടെ കാണുന്നുണ്ട്. And I will appoint a place for my people Israel and will plant them so that they may dwell in their own place and be disturbed no more. And violent men shall afflict them no more as formerly, from the time that I appointed judges over my people. And I will give you rest from all your enemies. You know what? Now God is talking about David's present tense. ദൈവം അവിടെ പറയുന്നത് എന്തോ പറഞ്ഞ, ദാവീദേ, നിന്നെ ഞാൻ എന്തിനാണ് സൃഷ്ടിച്ചതും നിന്നെ ഞാൻ എന്തിനാണ് നിന്നെ ഏൽപ്പിച്ചതും എന്നുള്ളത് നിനക്ക് മനസ്സിലാകണം. You know what? God was already doing something great through David. എന്താണെന്നറിയോ? Establishing Israel. ഇസ്രായേൽ എന്ന് പറയുന്ന ഈ തൻ്റെ ജനത്തിന് വേണ്ടി ദാവീദിൽ കൂടെ God was establishing what? A land. ഇവിടെ പറയുന്നുണ്ട്, എനിമീസ് അവരെ അറ്റാക്ക് ചെയ്യാത്ത ഒരു നല്ല രീതിയിൽ ഒരു ലാൻഡ് അവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുക? ഞാൻ ചെയ്യുക. And David, you're part of it. That's what I'm doing with your life. You know what? Let me tell you something here. Please listen. ദാവീദിനടുത്ത് ദൈവം ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ദാവീദേ, നിന്നെക്കുറിച്ച് എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്കറിയാം. നിന്റെ ജീവിതം കൊണ്ട് എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്കറിയാം. പലപ്പോഴും നമുക്ക് ഇവിടെ ഒരു എന്തോ കുഴപ്പം വരുമ്പോഴാണ് വി ഗെറ്റ് വാട്ട്? കൺഫ്യൂസ്ഡ്. കാരണം നമുക്ക് ഇത് ചെയ്യണോ അത് ചെയ്യണോ ഒന്നും അറിയത്തില്ല. പിന്നെ എന്തെങ്കിലും ചെയ്യണമെന്നായി. അങ്ങനെ ആൾക്കാരെ കേട്ടിട്ടുണ്ടോ? പറഞ്ഞ ഇതും ചെയ്ത് നോക്കി അതും ചെയ്ത് നോക്കി, ഒന്നും എന്തുവാ സക്സസ് ആകുന്നില്ല. പിന്നെ എന്തുവാ? എന്തെങ്കിലും ചെയ്യുക. You know what here? The Lord wants David to understand what he was doing with him. Hey, I called you to be the prince. I called you to be what? The leader of Israel. I made you as the king. And what is the role of the king? To establish the kingdom. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഒരുപക്ഷെ നിങ്ങളിത് മുമ്പേ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാനത് അധികം കേൾക്കാത്തൊരു കാര്യമായിരുന്നു. ആദ്യം ഇത് ബൈബിളിൽ വായിച്ചപ്പോൾ എനിക്കെന്തോ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫ്ലാഷ് അടിച്ച പോലെ തോന്നി. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളത്, എന്തുകൊണ്ട് ദൈവം ദാവീദിനെ ആലയം പണിയാൻ സമ്മതിച്ചിട്ടില്ല? എന്തുകൊണ്ടാണ്? എന്തോ ഷെഡ് ലോട്ട് ഓഫ് ബ്ലഡ്. ഓക്കെ, ഇതല്ലേ? ആണോ? ഓക്കെ, ഐ ആം ഗോയിങ് ടു ആസ്ക് യു സം ക്വസ്റ്റ്യൻസ്. ഇവനെ രാജാവാക്കിയതാരാ? ഹലോ? ഗോഡ്. പിന്നെ
രണ്ടാമത്, രാജാവായിട്ട് ചുമ്മാ അവിടെ കുത്തിരിക്കാനാൻ വേണ്ടിയാണോ? രാജാവിന്റെ റോൾ എന്താ? ലീഡ് ഫ്രം ദ ഫ്രണ്ട് വേർ ഇൻ ദ ബാറ്റിൽ ഫീൽഡ്. ഇവിടെ തന്നെ ദൈവം പറഞ്ഞു, നീ നിന്റെ മുമ്പിലുള്ള എനിമീസിനൊക്കെ ഞാനാണ് എന്ത് ചെയ്തത്? തകർത്തത്. അപ്പൊ ദൈവം ഇവനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചിട്ട് തിരിച്ചു വന്ന് അവൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ എന്തെന്ന്? ഹലോ, am I asking a reasonable question? Yes. Yeah. ഇവനെ കൊണ്ട് രാജാവാക്കി ഇതെല്ലാം ചെയ്യിപ്പിച്ചിട്ട് അഗൈൻ നൗ ഗോഡ് ഇസ് കമ്മിങ്. നീ ഒത്തിരി പേര് എന്ത് ചെയ്തിട്ടുണ്ട്? കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് നിന്നെ എന്ത് ചെയ്യില്ല? ആലയം പണിയാൻ സമ്മതിക്കത്തില്ല. ബട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വേഴ്സ് ഇൻ ദ റൈറ്റ് കോണ്ടെക്സ്റ്റ്. നൗ റീഡ് ദിസ് വേഴ്സ്. ഞാനിപ്പോൾ പറയുന്ന വാക്ക് ഒന്ന് വായിക്കാം. മലയാളത്തിൽ അത് വായിച്ചാലും കുഴപ്പമില്ല. Now can you read 1 Kings chapter 5 verse 3 to 5? 1 Kings chapter 5 3 to 5. 1 Kings chapter 5 3 to 5. എന്റെ അപ്പനായ ദാവീദിന്റെ ശത്രുക്കളെ യഹോവ അവന്റെ കാൽ കീഴാക്കും വരെ ചുറ്റുമുള്ള യുദ്ധം ഹേതുവായി തന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരാലയം പണിവാൻ അവന് കഴിഞ്ഞില്ല. ഓക്കേ, ഇവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? എന്തും കൊണ്ട് ആലയം പണിയാൻ കഴിഞ്ഞില്ല. സഹോദരന്മാരെ, ഇവിടെ തന്നെ ഉണ്ടോ നിങ്ങൾ? ഷെഫീൽഡിൽ തന്നെയല്ലേ? എന്താ ഇവിടെ വായിക്കുന്നത്? എന്തും കൊണ്ട്? ചുറ്റിലുമുള്ള യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല? ആലയം പണിയാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ഇതിന്റെ പോയിന്റ് എന്തോന്നറിയോ? പോയിന്റ് ഇതാണ്, ദാവീദിനെ ആലയം പണിയാനല്ല ദൈവം വിളിച്ചത്. ദാവീദിനെ ഒരു വാരിയറായിട്ട് ഇസ്രായേലിനെ ഉറപ്പിക്കാനുള്ള രാജാവായിട്ടാണ് അവൻ എന്ത് ചെയ്തത്? വിളിക്കപ്പെട്ടത്. ദാവീദ് ചിലപ്പോൾ ചിന്തിച്ചു കാണും, എനിക്ക് ഇതും കൂടെ ചെയ്താൽ കൊള്ളാമായിരുന്നു. ദൈവം പറഞ്ഞു, നിന്നെ അതിനു വേണ്ടിയല്ല ഞാൻ വിളിച്ചിരിക്കുന്നത്. നിന്നെ ഏൽപ്പിച്ചത് നീ ചെയ്താൽ മതി. You don't have to worry about what. No, you cannot do. Just do what I have given you. നമ്മുടെ മനസ്സൊക്കെ എങ്ങനത്തെ മനസ്സാണെന്നറിയോ? കുരങ്ങന്റെ മനസ്സെന്നൊക്കെ പറയാറുണ്ടല്ലോ. കുരങ്ങന്റെ മനസ്സെന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? ചാടി ചാടി ചാടി. പലപ്പോഴും ചാടുന്നത് എന്തോ അറിയോ? അടുത്തവൻ ചാടുന്ന കണ്ടാണ് നമ്മളും ചാടുന്നത്. പക്ഷെ ഇവിടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പറയുന്നത് ദാവീദിനോട്, ദാവീദേ, see you are already doing what? The purpose that I have planned for you. ഞാൻ വേറെ കാര്യം പറയട്ടെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? When Solomon becomes the king, there are no enemies for whom? Israel. There are no enemies for Israel. He is called as one man of peace. എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടാ? പാവപ്പെട്ട അപ്പനായ ദാവീദ് ഇതെല്ലാം വന്ന് തകർത്തു. കാരണം ഉണ്ടല്ലോ, ഇതിന് ശേഷം നിങ്ങൾ വായിച്ചു നോക്കിയാൽ ദാവീദിന് ഇനിയും യുദ്ധം ചെയ്യുവാൻ എന്തുണ്ടായിരുന്നു? റീസൺസ് ഉണ്ടായിരുന്നു. ഈ 7-ാം അധ്യായം ശേഷം വായിച്ചു നോക്കിയാൽ there were many battles. ഇത് കണ്ടത് ആരാന്നറിയോ? ദൈവം കണ്ടു. അപ്പൊ ദൈവം തീരുമാനിച്ചു, ഇതും അതും ചെയ്യാനൊന്നും നിനക്ക് എന്തില്ല, സമയവും കാണത്തില്ല, ജീവിതത്തിൽ അതിനുള്ള റിസോഴ്സും നിനക്ക് കാണത്തില്ല. നിന്റെ ആഗ്രഹം നല്ലതാണ്, എന്നാൽ ദാവീദേ, ഞാൻ നിന്നെ ഏൽപ്പിച്ചത് ചെയ്യുക. I tell you, sometimes when God says no, I want to make you understand this. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ദൈവം വേണ്ടാന്ന് പറയുമ്പോൾ, നമ്മളെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ, ഞാൻ പറയട്ടെ, അതിൻ്റെ പുറകിൽ എന്തുണ്ടെന്നറിയോ? ദൈവത്തിന് വലിയ ഉദ്ദേശങ്ങളുണ്ട്. ചിലപ്പോൾ നമുക്ക് അപ്പം മനസ്സിലാകത്തില്ല. I tell you, ഞാൻ പറയട്ടെ, ഇന്നും ഞാൻ പറയട്ടെ, ദാവീദിനെ പോലെ ഒരു രാജാവ് ഇസ്രായേലിന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. And you know what happened after Solomon? The kingdom got what? Divided. So God, see, I tell you, you have to believe this. God is sovereign. He is able to see not only our past, He is able to see our present, He is also able to see what? Our future. And therefore, now when God says no to some of our what? Present desires, we need to just submit ourselves to God and say, Lord, let your will be done.
അതിനപ്പുറം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് അറിയോ? ഈ ദൈവം ഇവൻ്റെ പഴയ കാലത്തുള്ള കാര്യം പറഞ്ഞു, പാസ്റ്റ് പറഞ്ഞു, പ്രസൻറ്റും പറഞ്ഞു, അവിടെ നിൽക്കുന്നില്ല, ഫ്യൂച്ചറും കൂടെ പറഞ്ഞു. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എന്തോന്നറിയോ? ഇവൻ്റെ ഫ്യൂച്ചർ മാത്രമല്ല, ഇവൻ്റെ മക്കളുടെ 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 ഫ്യൂച്ചറും ദൈവം വിളിച്ചു പറയുക. You know what God said? I tell you, David was not prepared for this. David was not prepared for this. You know, verse 16. നമുക്ക് അതിൽ കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള എനിക്ക് സമയം ഇല്ല. So what I'll just read verse 16. And your house and your kingdom shall be made sure forever before me. Your throne shall be established forever. ഇതാണ് നമ്മൾ ഡേവിഡിക് കവനന്റ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയുണ്ടെന്നറിയോ? ദാവീദ് ദൈവത്തിന് വേണ്ടി ഒരു ആലയം എവിടെ പണിയണമെന്നാണ് വിചാരിച്ചത്? യെരുശലേമിൽ പണിയെന്നും വിചാരിച്ചു. ദൈവം ഇപ്പം ദാവീദിനോട് പറയുക, ദാവീദേ, എനിക്ക് വേണ്ടി നിനക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു, നിനക്ക് വേണ്ടി എനിക്കുള്ള സ്വപ്നം നിനക്ക് അറിയണോ? Do you want to know what is my dream for you, desire for you? And then he begins to say, he's saying, your family, your throne, your dynasty is going to be what? Forever. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തൊരു ബൈബിളിലുള്ള വാക്യം, എന്തൊരു ശരിക്കും പറഞ്ഞാൽ ബൈബിൾ വെരി ക്ലിയർലി സേസ്, I will honor those who honor me. Take this out. I will honor those who what? Honor me. Here is a man, David, who wanted to honor God, and look at the honor that God is bestowing on whom? King David. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, he becomes the benchmark. അടുത്ത രാജാക്കൾ, എത്രയോ രാജാക്കൾ വന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ 20 രാജാക്കൾ ഇവിടെ ഇസ്രായേലിലും 19 പേര് യഹൂദയിലും വന്നിട്ടുണ്ട്. എന്നാൽ ഈ രാജാക്കളുടെ ജീവിതമൊക്കെ പറയുമ്പോൾ who is the benchmark? David is the benchmark. Either he lived according to David, his forefather David, or he was what? Away from his forefather David's ways. അത് മാത്രമല്ല, നിങ്ങൾ പുതിയ നിയമം വായിച്ചിട്ടുണ്ടല്ലേ? പുതിയ നിയമം വായിച്ചിട്ടുണ്ടല്ലോ. കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ അന്ന് കർത്താവിനെ വിളിച്ചത് എങ്ങനെയാണെന്നറിയോ? ദാവീദിന്റെ പുത്രനെ. Can you imagine that? Can you imagine the name that David had? The promise of God? ശരിക്കും പറഞ്ഞ ആ യെരുശലേമിന്റെ ത്രോണിൽ ഏത് രാജാവ് വന്നിരുന്നാലും ആ ത്രോൺ is going to be called as what? David's throne. Trust me, we are all waiting for the King of Kings to come and what? Establish his throne in Jerusalem. അന്നും ഇതിന് പേരെന്തായിരിക്കും എന്നറിയോ? ഇതിന് പേരെന്താണെന്നറിയോ? ദാവീദിന്റെ സിംഹാസനത്തിൽ കർത്താവ് എന്ത് ചെയ്യും? ഇരിക്കും. What a privilege, yeah? What a privilege for David. ശരിക്കും പറഞ്ഞ ചിന്തിച്ചു പോയി. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ ജീവിതത്തിലൊക്കെ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ചില കാര്യങ്ങൾ നടന്നില്ല എന്നിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ചില നിരാശകൾ ഉണ്ടായിരിക്കാം, നമ്മുടെ ജീവിതത്തിൽ ചില ഡിസ്കറേജ്മെന്റ്സും ഡിസപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ദൈവം നമ്മളെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഇറ്റ്സ് അൺബിലീവബിൾ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ദാവീദിന് മതിയായി, അങ്ങനെ പറയാം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ദാവീദിന് എന്തായി? മതിയായി. ഇപ്പൊ വന്ന് അവന് ദുഃഖവും ഇല്ല, പ്രയാസവും ഇല്ല, ഒന്നും ദൈവത്തോട് എന്തുവാ ഒരു ഗ്രഡ്ജ് പറയാനില്ല. അതിന് പകരം ദാവീദ് പറയുന്ന വാക്കുകളാണ്, പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ ഇത് പറയാറുണ്ട്, പക്ഷേ ഇതിന്റെ പശ്ചാത്തലം മനസ്സിലാകുമ്പോഴാണ് ആ വാക്കുകളുടെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നത്. Verse 18. We are in chapter 7, verse 18. Then King David went in and sat before the Lord and said, Who am I, Lord? O Lord God, and what is my house, that you have brought me thus far? And yet this was a small thing in your eyes, O Lord God. You have spoken also of your servant's house for a great while to come. And this is instruction for mankind, O Lord God. ദാവീദ് പറയുക, ദൈവമേ, ഞാനും എൻ്റെ വീടും
എപ്പോഴാ പറയുന്നതെന്നറിയോ? നിരാശയുടെ സമയത്താണ് അത് പറയുന്നത്. ദൈവം ഒരു ആഗ്രഹം സാധിക്കാത്ത സമയത്തിന്റെ ലാസ്റ്റിലാണ് ദാവീദ് പറയുന്നത്, ദൈവമേ എനിക്ക് പരാതി പറയാൻ എന്താ ഉള്ളത്, നീ ചെയ്തില്ല എന്ന് പറയാൻ എനിക്ക് എന്താണ് ഉള്ളത്? വാട്ട് ഈസ് മൈ ഹൗസ് ലോർഡ്, ഹു ആർ മൈ ലോർഡ്? അത് മാത്രമല്ല, ഒരു സ്വപ്നം പോലും ദാവീദ് ഇതിനെക്കുറിച്ച് കണ്ടില്ല. ദാവീദ് സ്വപ്നം കണ്ടത് എന്തുവാ? ആലയം പണിയണമെന്നാണ് സ്വപ്നം. പക്ഷെ ഒരിക്കലും ദാവീദ് ഇത് സ്വപ്നം കണ്ടില്ല. ഏത്? ദൈവം ഈ മനുഷ്യന് വേണ്ടി ഫ്യൂച്ചറിൽ കരുതിയിരിക്കുന്ന അവന്റെ പദ്ധതികൾ. And you know what? He doesn't stop there. Did you notice that word? This is instruction for mankind. ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തിരിക്കുന്ന ഈ കാര്യം എനിക്കും നിങ്ങൾക്കും എന്താണ്? It is instruction for you and me. ദൈവമക്കളെ, ദാവീദിനെ ഒരു കാര്യത്തിൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. ആരാണ്? രാജാവല്ലേ? ആഗ്രഹം അവൻ്റെയാ. ഇതിനു വേണ്ടി റിസോഴ്സസും ചേർത്ത് വെച്ചിട്ടുണ്ട്, ഇതിനു വേണ്ടി പണിക്കാറുണ്ട്. വേണമെങ്കിൽ ദാവീദ് ദൈവം പറഞ്ഞത് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യായിരുന്നു? പണിയായിരുന്നു. പക്ഷെ ദാവീദ്, അവിടെയാണ് ദാവീദിന്റെ ഹൃദയം മനസ്സിലാകുന്നത്. എൻ്റെ ദൈവം പറഞ്ഞു വേണ്ട, ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഓക്കെ. ഇവിടെ ഒരു വാക്കുണ്ട് കേട്ടോ, ഓ ലോർഡ് ഗാഡ്. നിങ്ങളുടെ ബൈബിൾ വേർഷനിൽ ചിലത് സോവറിൻ ലോർഡ് എന്ന് വരും, ചില വേർഷനിൽ ഓ ലോർഡ് ഗാഡ്. നോക്കിക്കഴിഞ്ഞാൽ 10 പ്രാവശ്യം വരും. ഇൻ ഹിസ് കോൺവെർസേഷൻസ് വിത്ത് ദ ലോർഡ് 10 times he uses the word sovereign Lord. ഓ ലോർഡ് ഗാഡ്. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? ദൈവമേ, നീ യെസ് പറയാനും നോ പറയാനും നിനക്ക് എന്തുണ്ട്? അധികാരമുണ്ട്. യു റിയലൈസ് ദാറ്റ് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്? നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് യെസ് പറയാനും നോ പറയാനും ആർക്ക് അവകാശമുണ്ട്? ദൈവത്തിന് അവകാശമുണ്ട്. And David acknowledges that. Lord, if you have said no, no. അത് മാത്രമല്ല, എനിക്ക് അതിൽ ബ്യൂട്ടി എന്താണ്, നമ്മളാണെങ്കിൽ ചിലപ്പോൾ എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണിയും വേണ്ട, ഇനി ഈ പ്രോജക്റ്റും ഞാൻ എന്ത് ചെയ്യില്ല, ചിന്തിക്കത്തുമില്ല എന്ന് കളയും. പക്ഷെ ദാവീദ് എന്തോ പറഞ്ഞല്ലോ, എന്നെ കൊണ്ട് ദൈവം ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ മകനെ കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞു. അവന് ഇൻഎക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവന് ഞാൻ എല്ലാം ചെയ്തു വയ്ക്കും. ഇത് പണിയാനുള്ളത് എല്ലാം ഞാൻ ഒരുക്കി വെക്കും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പാവപ്പെട്ടവൻ കഷ്ടപ്പെട്ടത് ആരാന്നറിയോ? ദാവീദ്. എന്നാൽ യെരുശലേമില് ഈ ആലയം പണിഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്കാർ വിളിക്കുന്നത് എങ്ങനെയാ? ശലോമോന്റെ ആലയം. എന്നാ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇതിന്റെ പിന്നിൽ ആരുടെ അധ്വാനമാണ്? ദാവീദിന്റെ അധ്വാനമാണ്. പക്ഷെ ദാവീദിന് പേര് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന വ്യക്തിയല്ല കേട്ടോ. ദാറ്റ്സ് വാട്ട് ഐ വാണ്ട് ടു സേ. ദാവീദ് തനിക്ക് പേര് കിട്ടാൻ വേണ്ടി, തൻ്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടി ചെയ്യുന്ന വ്യക്തിയല്ല. അവൻ്റെ ആശ്രയം ആഗ്രഹം ഒറ്റ കാര്യമുള്ളൂ, ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തികളുടെ കൂടെ ആരുടെ നാമം മഹത്വപ്പെടണം? ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം. നമ്മയും ദൈവം സഹായിക്കട്ടെ. ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിച്ച് ദാവീദിൻ്റെ ആഗ്രഹം, അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിരാശകളൊക്കെ വരുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളൊന്ന് എന്ത് ചെയ്യാം? തിരിഞ്ഞു നോക്കാം. അതേപോലെ ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്താണ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ബിക്കോസ് ഗോഡ് ഈസ് ഓൾവേസ് ഇൻ കൺട്രോൾ. ഹി ഈസ് ഡൂയിങ് വാട്ട് ഹി വാണ്ട്സ് ടു ഡു. അതുപോലെ whatever God has planned for our future, if you allow God to work it through, at the end you will be surprised. You will be surprised. We'll be also able to say like David, ദൈവമേ, ഇതിനൊന്നും ഞാൻ എന്തില്ല, അർഹതപ്പെട്ടവൻ അല്ല. ദൈവം നമുക്ക് ആ ഒരു കൃപ നൽകട്ടെ, ഈ രീതിയിൽ ഇവിടെ വരുവാനും പ്രിയപ്പെട്ട നിങ്ങളെല്ലാവരെയും കാണുവാനും നിങ്ങളുടെ കൂടെ ഈ ദിവസം ചിലവാക്കുവാനും ദൈവം എനിക്ക് കൊടുത്ത കൃപയും അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഐ ഓൾസോ വോണ്ട് ടു താങ്ക് all the brothers and sisters who are here for also welcoming me into your midst. May his name be glorified.